നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ കത്ത് പുറത്ത്. പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്താണ് പുറത്തായത്. നവമാധ്യമത്തിലെ ആരോപണങ്ങളിൽ P. ജയരാജൻ മനു തോമസ് തർക്കം മുറുകുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. പ്ലക്കാർഡുകളും ഫ്ലാഷ് മോബുകളും ബോധവൽക്കരണവുമായി സ്കൂളുകൾ. വായന ലഹരിയാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം. ചക്കരക്കൽ പോലീസിന്റെ ഇടപെടൽ. മുണ്ടേരിയിലെ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ വലയിൽ. നൂതന സാങ്കേതിക സഹായത്താൽ പ്രതികളെ പിടികൂടിയ SI MC പവനന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഒരു പൊൻതൂവൽ കൂടി. വാർത്തകൾ വിശദമായി. P. ജയരാജനെ വെല്ലുവിളിച്ചു മനു തോമസ്. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ P. ജയരാജൻ ചർച്ച നടത്തിയെന്ന് മനു. ഫേസ്ബുക്ക് കുറിപ്പിലാണ് ആരോപണം. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിമാരെ വരെ സൃഷ്ടിച്ചത് P. ജയരാജനാണെന്ന് മനു തോമസിന്റെ ആക്ഷേപം. അതേസമയം മനു തോമസിന് മറുപടിയുമായി P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നു. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് P. ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. പാർട്ടിക്കറിയാത്ത, ജനങ്ങൾക്കറിയാത്ത ഒന്നും എനിക്ക് മറച്ചുവെക്കാനില്ലെന്നും താങ്കൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എന്നും മനു തോമസിന്റെ വെല്ലുവിളി നിറഞ്ഞ പോസ്റ്റിലുണ്ട്. മാധ്യമങ്ങളിലൂടെ പാർട്ടിയെ കുത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണ് P. ജയരാജൻ എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ മനു തോമസ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പറയുന്നുണ്ട്. ക്വാറി മുതലാളിമാരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞാണ് P. ജയരാജന് മനു തോമസ് മറുപടി നൽകിയത്. അതേസമയം മനു P. തോമസ് എന്ന വ്യക്തി ഇത്രയേറെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും കഴിഞ്ഞ 15 മാസമായി യാതൊരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താതെ വീട്ടിലിരുന്ന ആൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരാൾ ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള ചേതോവികാരം മനസ്സിലാകുന്നില്ലെന്നും P. ജയരാജനും പറഞ്ഞു. പാർട്ടിക്ക് ലഭിക്കുന്ന അനുഭാവികളുടെ പരാതികൾ പോലും അന്വേഷിച്ച് നടപടിയെടുക്കുന്ന പാരമ്പര്യമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിക്കുള്ളതെന്നും ഇവിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പരാതി എത്രമാത്രം ഗൗരവമായാണ് പരിഗണിച്ചിട്ടുണ്ടാവുക എന്നത് അനുമാനിക്കുന്ന കാര്യമാണെന്നും P. ജയരാജൻ പറഞ്ഞു. ആരോപിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജയരാജൻ. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ജയരാജനും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. പാർട്ടി നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി മനു തോമസിന്റെ കത്ത് പുറത്ത്. ജില്ലാ കമ്മിറ്റി അംഗം M. ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കാണിച്ച് മനു തോമസ് MP ഗോവിന്ദന് നൽകിയ പരാതിയിലാണ് പുറത്തുവന്നത്. DYFI നേതാവും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ M. ഷാജറിനെതിരെ നൽകിയ പരാതിയിൽ നടപടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് കത്തെഴുതിയത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കുള്ള വ്യക്തികളുമായി ചേർന്നാണ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഷാജർ തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് 2002 ഏപ്രിലിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സൂചിപ്പിച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കത്തെഴുതിയിട്ടുള്ളത്. ആകാശ് തിലങ്കേരിയുടെ രഹസ്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വോയിസ് ക്ലിപ്പ് വന്നത് എന്നും കത്തിൽ പറയുന്നുണ്ട്. എന്നാൽ പാർട്ടി അംഗത്വം പുതുക്കാത്ത സാഹചര്യത്തിൽ DYFI കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയായ മനു തോമസിന്റെ അംഗത്വം ഒഴിവാക്കിയ CPM ജില്ലാ കമ്മിറ്റി പകരക്കാരനെയും എടുത്തിരുന്നു. തുടർന്ന് പ്രതികരണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് മനു തോമസ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിഷേധിച്ചിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ട് തള്ളിയെന്നാണ് പാർട്ടി നിലപാട് അറിയിച്ചത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾ പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് എന്ന DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ ആരോപണം വളരെ ഗൗരവമുള്ളതാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ്. അതിനെ വെള്ളപൂശാൻ CPM ജില്ലാ സെക്രട്ടറി എത്ര തന്നെ ശ്രമിച്ചാലും പൊതുസമൂഹം അത് വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും ഹരിദാസ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് പാർട്ടിക്ക് അദ്ദേഹം 2 വർഷമായിട്ട് പരാതി നൽകിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ സംഘങ്ങളും സ്വർണ്ണക്കടത്ത് സംഘങ്ങളും DYFIയുടെയും CPMന്റെയും നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷെ 2 വർഷമായിട്ട് CPM അന്വേഷണം നടത്തുക, അതിനപ്പുറം ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോപണം വന്നിട്ട് പോലും നിയമവ്യവസ്ഥിതിക്ക് വിട്ടുകൊടുക്കാതെ CPM സ്വന്തം അന്വേഷണം നടത്തി കുറ്റക്കാരെ വെള്ളപൂശുകയാണ്. കണ്ണൂർ ജില്ലയിലെ CPM നേതാക്കന്മാർക്ക് കൊട്ടേഷൻ സംഘവുമായിട്ടും സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടും ബന്ധമുണ്ട് എന്ന് കണ്ണൂർ ജില്ലയിൽ ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് പുറത്തു പറഞ്ഞിട്ടുള്ളത്. ചില ആളുകളുടെ പേരും അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനായിട്ടാണ് അവരോധിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള
ഷാജിറിനെ യുവജനക്ഷേമ കമ്മീഷൻ ചെയർമാനാക്കി സ്ഥാനക്കയറ്റം നൽകുകയാണ് എം വി ജയരാജൻ ചെയ്തത്. എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുമില്ല, ഈ പാർട്ടിയിൽ അതൊന്നും നടക്കില്ല, ഇത് മറ്റൊരു പാർട്ടിയാണെന്നൊക്കെയാണ്. എം വി ജയരാജൻ അറിയാതെയാണോ കണ്ണൂർ ജില്ലയിൽ ഇത്തരം സംഘങ്ങൾ വാഴുന്നത്? CPM ഓഫീസാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. കണ്ണൂർ ജില്ലയിലെ കൊട്ടേഷൻ മാഫിയ സംഘത്തിൻ്റെ തലവന്മാരായി CPM നേതാക്കന്മാർ വാഴുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷണത്തിൽ ഒതുങ്ങാതെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പാർട്ടി അവർക്ക് സംരക്ഷണം നൽകുന്നതെന്നും ഹരിദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 48ാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 28 മുതൽ 3 ദിവസങ്ങളിലായി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി മോഹനൻ പീറ്റേഴ്സ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ പ്രസിഡന്റ് സതീഷ് കുമാർ, അർജുന അവാർഡ് ജേതാവും സെക്രട്ടറി ജനറലുമായ PJ ജോസഫ് എന്നിവർ ചേർന്ന് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ വെച്ച് 48ാമത് സംസ്ഥാന സീനിയർ മാസ്റ്റേഴ്സ് എക്വിപ്ഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 28, 29, 30 തീയതികളിലായി മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയം ഈ 3 ദിവസം കാന്തലോട്ട് കബീർ നഗർ എന്ന പേരിൽ അറിയപ്പെടും. കാന്നൂർ ബാർബൽ ക്ലബ് മേറ്റ്സിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനുമാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 14 ജില്ലകളിൽ നിന്നുമായി 250ഓളം പവർ ലിഫ്റ്റേഴ്സും 20ഓളം ദേശീയ അന്തർദേശീയ റഫറിമാരും ഈ മത്സരത്തിൽ പങ്കെടുക്കുകയും നിയന്ത്രിക്കാനും ഉണ്ടാവും. 28 രാവിലെ 9 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ കുദ്രോളി, പവർ ലിഫ്റ്റിംഗ് ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ PJ ജോസഫ്, അർജുന ഈ 2 പേരും കൂടി വിളക്ക് തെളിയിച്ച് ഈ മത്സരം ഉദ്ഘാടനം ചെയ്യും. 30-ന് വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമാപന ചടങ്ങിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണ് വിജയികൾക്ക് സമ്മാനദാനം നൽകുന്നത്. 14 ജില്ലകളിൽ നിന്നുമായി 250 കായിക താരങ്ങളാണ് പങ്കെടുക്കുക. 20ഓളം ദേശീയ അന്തർദേശീയ റഫറിമാർ മത്സരങ്ങൾ നിയന്ത്രിക്കും. ജൂലൈ മാസം ഇൻഡോറിൽ നടക്കുന്ന ദേശീയ മാസ്റ്റേഴ്സ് മത്സരത്തിലേക്കും ഓഗസ്റ്റിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്ന ദേശീയ സീനിയർ മത്സരത്തിലേക്കുമുള്ള കേരള ടീമിനെ ഈ മത്സരത്തിൽ നിന്നുമായിരിക്കും തെരഞ്ഞെടുക്കുകയെന്നും മോഹനൻ പീറ്റേഴ്സ് പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CK സദാനന്ദൻ, സെക്രട്ടറി R ഭരത് കുമാർ, വൈസ് പ്രസിഡന്റ് K സജീവൻ, ബാർബർ ക്ലബ് മേറ്റ്സ് വൈസ് പ്രസിഡന്റ് MP പ്രസൂൺ കുമാർ എന്നിവരും പങ്കെടുത്തു. ഞങ്ങളിപ്പം കഴിഞ്ഞ ഒരു മാസമേ ആയിട്ടുള്ളൂ ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തി തന്നെ. അപ്പം നല്ല പെർഫോമൻസ് അന്നും ഉണ്ടായി. അപ്പോൾ സ്റ്റേറ്റിൽ എന്തായാലും ഓരോ സ്റ്റേറ്റിലും ആളുകളുടെ പാർട്ടിസിപ്പൻസ് കൂടി വരികയും അതുപോലെ റെക്കോർഡുകൾ ഭേദിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അത്രയും ആവേശകരമായിട്ടാണ് വിദ്യാർത്ഥികളടക്കം ഒന്നടക്കം പങ്കെടുക്കുന്നത്. അവർക്കതിൽ വിദ്യാർത്ഥികൾ ഇത്രയും ജൂനിയറും മാസ്റ്റേഴ്സ് സബ് ജൂനിയർ തലത്തിൽ കുട്ടികളുടെ അതിപ്രസരമാണ് ഇപ്പം കണ്ടുവരുന്നത്. അതൊന്ന് അവർക്ക് കിട്ടുന്ന ഗ്രേസ് മാർക്ക് ആവാം, അതല്ല ഇതിനോടുള്ള താല്പര്യം കൊണ്ടും ആവാം. അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അതൊരു വലിയൊരു പിന്നെ അതുകൂടാതെ ഈ മാസ്റ്റേഴ്സിൽ വല്ലാത്ത തള്ളിക്കയറ്റം നടക്കുന്നത് ഞങ്ങൾ ഈ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ടിൻ്റെ ഫലം അതിൽ കണ്ടുവരുന്നുണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ആയുഷ് PHC ഹോമിയോ മുണ്ടേരിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി ഓർത്തോ മെഡിക്കൽ ക്യാമ്പ് മുണ്ടേരി ബഡ്സ് സ്കൂളിൽ വെച്ച് നടന്നു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഒരു ടീച്ചറെയും ആയെയും എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എങ്കിലും ഇപ്പം കുറേ കുട്ടികളുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഫർണിച്ചർ ആയാലും അതുപോലെ തന്നെ ക്ലാസ് മുറികളുടെ ഡെവലപ്മെൻ്റ് ആയാലും കുട്ടികളുടെ യൂണിഫോം അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുടെ സഹായ സഹകരണങ്ങൾ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചിട്ടൊക്കെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹോമിയോ ആശുപത്രി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രികളായാലും നമ്മുടെ
എല്ലാ ആശുപത്രികളുടെ ഒക്കെ നല്ല രീതിയിലുള്ള ഇടപെടൽ നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധതരം ക്യാമ്പുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പം നമ്മൾ നടത്തി വരുന്നത് കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനകീയ കമ്മിറ്റിയുടെ സഹായത്തോടു കൂടിയാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ഒരു ജനകീയ കമ്മിറ്റി ആസൂത്രണം ചെയ്തുകൊണ്ട് നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ എങ്ങനെയാണ്, നമുക്കറിയാം പല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഈശ്വർ ടി രമണി, ഡോക്ടർ അൻസാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. മുണ്ടേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഗീത ടീച്ചർ, വാർഡ് മെമ്പർമാരായ ജിതേഷ് മച്ചാട്ട്, ഇ കെ ചാന്ദിനി, പഞ്ചായത്ത് JS KB പ്രശാന്ത്, ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ D വിനി, കെ ഷമ്മി, ഷീജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഒരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ കത്ത് പുറത്ത്. പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്താണ് പുറത്തായെന്ന് നവമാധ്യമത്തിലെ ആരോപണങ്ങളിൽ P ജയരാജൻ, മനു തോമസ് തർക്കം മുറുകുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. പ്ലക്കാർഡുകളും ഫ്ലാഷ് മോബുകളും ബോധവൽക്കരണവുമായി സ്കൂളുകൾ. വായന ലഹരിയാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം. ചക്കരക്കൽ പോലീസിന്റെ ഇടപെടൽ. മുണ്ടേരിയിലെ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ വലയിൽ. നൂതന സാങ്കേതിക സഹായത്താൽ പ്രതികളെ പിടികൂടിയ SI MC പവനന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഒരു പൊൻതൂവൽ കൂടി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ
ഗോൾഡൻ ബ്ലൂം ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലഹരി കഴിച്ചാൽ മറ്റൊരു ലോകത്തവർ ജീവിക്കാൻ ആരെയും അവർക്ക് വേണ്ട എന്ന രീതിയിലേക്ക് മാറും. ഇപ്പം ഡി അഡിക്ഷൻ സെന്ററുകൾ ജില്ലയിൽ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്? നമ്മൾ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ലഹരി കഴിക്കുന്നവർ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ സമീപത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ അത് ബന്ധപ്പെട്ട അധ്യാപകരെ അറിയിക്കുക. അത്തരം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മാനസികമായ പിന്തുണ, കൗൺസിലിംഗ്. നമ്മുടെ ഈ സ്കൂളിൽ ഒരു കൗൺസിലിംഗ് റൂമുണ്ട്. കൗൺസിലിംഗ് റൂമില്ല ഇപ്പോൾ. ഞാൻ കുറച്ച് വർഷം മുമ്പ് നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ. ആ കൗൺസിലിംഗ് റൂമൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓടിപ്പോയി ഒരു പരിഭവം പറയാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് കൗൺസിലറോട് പറയാനൊക്കെയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷത വഹിച്ചു. ശൗര്യചക്ര ജേതാവ് PV മനേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ വിമുക്തി ക്ലബ്ബ് അംഗം VP അമൃത ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ KC സതീശൻ മാസ്റ്ററെയും അഴീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളായ കീർത്തന സതീഷ്, ഹർഷ പ്രമോദ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന PL ഷിബു, TP ശ്രീലത, OP അജിത, MS സരസ്വതി, K രാജേഷ്, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുജിത് തില്ലങ്കേരി, വിമുക്തി ക്ലബ്ബ് സെക്രട്ടറി യവനിക, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ C ശരത് ബാബു എന്നിവർ സംസാരിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ടൗൺ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ, കണ്ണൂർ സിറ്റി DCAP സെന്റർ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ദിനത്തോടനുബന്ധിച്ച് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ലഹരിക്കെതിരെ ഒപ്പുശേഖരണവും അറിവാണ് ലഹരി സിഗ്നേച്ചർ വാൾ മുൻ ഇന്റർനാഷണൽ അത്ലറ്റിക് KM ഗ്രീഷ്മ ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഇൻഫർമേഷൻ കൊടുക്കാനും അത് ഉപയോഗിക്കാൻ. ടൗൺ ഇൻസ്പെക്ടർ ടോണി J മറ്റം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ടൗൺ ശിശുക്ഷേമ പോലീസ് ഓഫീസർ ഷഹീഷ് KK, DCAP കോർഡിനേറ്റർ P സുനോജ് കുമാർ, അസിസ്റ്റന്റ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ PP ദിൽഷ, DDAT സെന്റർ സൈക്കോളജിസ്റ്റ് N സുധീഷ്ണ, താവക്കര UP സ്കൂൾ പ്രധാന അധ്യാപകൻ അബ്ദുറഹീം മാസ്റ്റർ, റബ്ന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിമുക്തമായ തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ വാരം UP സ്കൂളിൽ സംഘടിപ്പിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും വരും തലമുറയെ മുക്തമാക്കുക, ലഹരിയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം ഉണർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സ്കൂൾ HM AO ശ്രീ ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്ലക്കാർഡുകളും ഏന്തി നടത്തിയ ലഹരി വിരുദ്ധ റാലി ക്യാമ്പയിനിന്റെ മാറ്റുകൂട്ടി. K തുഷാർ മാസ്റ്റർ ബോധവൽക്കരണ ക്ലാസ് കൈകാര്യം ചെയ്തു. ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അവ എത്രത്തോളം സങ്കീർണമാണെന്നുമുള്ള കാര്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാൻ ബോധവൽക്കരണ ക്ലാസ്സിലൂടെ സാധിച്ചു. കൂടാതെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുദ്രാവാക്യ രചനാ മത്സരം, പോസ്റ്റർ രചനാ മത്സരം എന്നിവയും സംഘടിപ്പിച്ചു. SRG കൺവീനർ പ്രീന ടീച്ചർ, K ലിസി ടീച്ചർ, നല്ലപാടം ക്ലബ്ബ് കൺവീനർ അഞ്ജു E, മുഹമ്മദ് ഹിറാഷ്, ശുഭ C, വിഷ്ണുശങ്കർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ് കണ്ണൂർ. സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. സയൻസ് ഇക്കോ ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ എക്സൈസ് ഇൻസ്പെക്ടർ AP രാജീവൻ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. അവർ സുഖപ്പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ പോലും ഈ ഉപയോഗിക്കുന്നവരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ വീണ്ടും നമ്മൾ ആ ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് ഇതൊരു മഹാരോഗമാണ്, ഇതൊരു മാരക രോഗമാണ്. നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതുപോലെ ഇതൊരു മാറാരോഗമാണ്. ആ രോഗം വന്ന് ചികിത്സിക്കുന്നത് നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്. പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്, ഇതൊരു മാറാരോഗമാണ്, മഹാരോഗമാണ്, പകർച്ചവ്യാധിയാണ്, കുടുംബത്തെ തകർക്കുന്ന അതിവിപത്താണ്, നമ്മുടെ സമൂഹത്തെ ഇല്ലാതാക്കുന്ന അതിവിപത്താണിത്. ഒരു
പോകുന്ന പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ അപകടകരമാണ് നമ്മുടെ സമൂഹത്തിൽ ചില മേഖലയുടെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാം നാർക്കോട്ടിക് ഡ്രഗ്സിൽ ഏറ്റവും അപകടപ്പെട്ട സാധനം നമുക്കറിയാം. എന്റെ പേര് ഞാൻ പറയുന്നില്ല, കുട്ടികളെ പറഞ്ഞു കൊടുക്കരുത്. അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് പെട്രോൾ സൊമിനിപ്പറന്നവർ സോമിയ. നിങ്ങൾക്കറിയോ? ഉറക്കമില്ലായ്മ, സോമിയ ഉറക്കുന്ന ഇൻസോമിയായിട്ടുണ്ടല്ലോ, ഉറക്കമില്ലായ്മ. അപ്പൊ സോമിയ ഉറക്കുന്ന ഒരു മനുഷ്യന് എന്നേക്കുമായി ഉറക്കുന്ന അത്യപകടകാരിയായ സാധനമെന്ന് അതിൽ കെമിക്കൽ നെയിമിൽ പോലും കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇതിൽ വശംബദ്ധരായി നശിച്ചു പോകുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുക. രാവിലെ 10 മണിയോടുകൂടി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത ശേഷം സ്കൂൾ അങ്കണത്തിൽ വെച്ച് മാനേജർ സി സമീർ ലഹരിവിരുദ്ധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ശേഷം പ്രിൻസിപ്പൽ മഹറൂഫ് ടി പി, ഡെപ്യൂട്ടി HM സൈനബ ടീച്ചർ, സ്റ്റാഫ് സെക്രട്ടറി മുനീർ മാസ്റ്റർ, സെലിബ്രേഷൻ കമ്മിറ്റി കൺവീനർ ജാസ്മിൻ ടീച്ചർ, സയൻസ് ക്ലബ് കൺവീനർ ഷിബു SA, ഷമീന ടീച്ചർ, അനീഷ് മാസ്റ്റർ, മറ്റ് അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കണ്ണൂർ സിറ്റിയിലേക്ക് ലഹരിവിരുദ്ധ റാലി നടത്തി. തുടർന്ന് കുട്ടികൾ ഫ്ളാഷ് മോബ്, ലഹരിവിരുദ്ധ ഗാനം, മോണോ ആക്ട് എന്നിവയും അവതരിപ്പിച്ചു. ശേഷം മുൻ എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ് ലഹരിവിരുദ്ധ ക്ലാസ് നടത്തി. തുടർന്ന് ലഹരിവിരുദ്ധ ഗ്രൂപ്പ് സോങ്ങും നടന്നു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ സിറ്റിയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന ആഹ്വാനത്തോടെയായിരുന്നു ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങളെ, ഈ പ്രദേശത്തെ യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടരുത് എന്നും ആരെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവ പ്രവർത്തിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാർത്ഥികളാണ്. അവരോടെല്ലാം ഉള്ളൊരു അഭ്യർത്ഥന, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഫുട്ബോൾ ഇഷ്ടമാണല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടീം ഏതാണ്? നമ്മുടെ എല്ലാ ടീമിനും ആരാധകരുണ്ടല്ലേ? അപ്പോൾ ഫുട്ബോളിൽ ലഹരിയാണല്ലോ അല്ലേ? നമുക്കൊരു ലഹരിയല്ലേ? നമുക്കൊരു ആവേശമല്ലേ? ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, നല്ല ക്രിക്കറ്റ് കളിക്കുന്ന മക്കളുണ്ട് ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ഇപ്പോൾ പാട്ട് ഇഷ്ടമുള്ള ആളുണ്ടാകും, എഴുതാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടാകും. അങ്ങനെ നമുക്കിഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റൊരു ലഹരി തേടിപ്പോകേണ്ട ഒരാവശ്യം നമുക്കില്ലല്ലോ. അതാണ് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ലഹരി. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ മാരകമായി തല്ലുന്നൊരു ദൃശ്യം CCTVയിലൂടെ, ആ വീട്ടിൽ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കണ്ടു. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം പിതാവിനെ പോലും തല്ലാൻ വേണ്ടി യാതൊരു മടിയില്ല. കഴിഞ്ഞ ദിവസം മകളെ എടുത്ത ഒരാൾ കിണറ്റിലെറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മദ്യം അല്ലെങ്കിൽ ലഹരി കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഭാര്യയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ചേട്ടന്മാര് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമെങ്കിൽ അവരോട്, കുഞ്ഞു മക്കളാണെങ്കിലും നിങ്ങൾ പറയണം, നമുക്ക് എന്തെല്ലാം സന്തോഷിക്കാൻ വഴികളുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ അതിൻ്റെ പിറകെ പോകുന്നത്? അത് കുട്ടികളാണെങ്കിൽ പോലും അത് അരുത്, തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും.
കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡി അഡിക്ഷൻ സെന്റർ പുനഃസ്ഥാപിക്കണമെന്നും ലഹരിക്കെതിരെയുള്ള നാർക്കോട്ടിക് നിയമം ശക്തമാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടുന്ന വിദ്യാർത്ഥികൾ, വ്യക്തികൾ, സംഘടനകൾ എന്നിവർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ അധികൃതരോട് ആവശ്യപ്പെട്ടു. ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജനജാഗ്രതാ സദസ്സും സമീപ പ്രദേശത്തുള്ള 15ലധികം സ്കൂളുകളിൽ 9,000-ഓളം ലഹരിക്കെതിരെയുള്ള ബാഡ്ജുകളും നൽകി. വർഷങ്ങളായി ലഹരി എന്ന മാരകമായ വിപത്തിന് അടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ തന്നെ വരുന്ന തലമുറയെ ഈ ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ ലഹരിയെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും വരാത്ത രീതിയിൽ അവരെ ഉത്ബുദ്ധരാക്കി അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് അത്തരത്തിലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള നല്ല ഒരു തീരുമാനത്തോടു കൂടിയിട്ടാണ് ഈ ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ ഞങ്ങളിവിടെ പ്രാരംഭം കുറിച്ചത്. 4 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ എന്നൊരു സംഘടന രൂപീകരിക്കുന്നതിന് കാരണം നമ്മുടെ കണ്ണൂരിൽ സിറ്റിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 കൊലപാതകങ്ങൾ നടന്നു. ഈ കൊലപാതകങ്ങളോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അത്തരത്തിലുള്ളൊരു കൊലപാതകങ്ങളോ ഒരു പ്രശ്നങ്ങളോ അതുപോലെ തന്നെ എഡിക്റ്റായി പോകുന്ന അവസ്ഥയോ ഇല്ലാതാക്കുക എന്നുള്ളൊരു മുഖ്യ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. നമ്മളുമായിട്ട് ഈ പരിസരത്തുള്ള എല്ലാ സ്കൂളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും നമ്മളുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. എല്ലാ അക്കാഡമിക്കിലേക്കുള്ള എല്ലാ സ്കൂൾ അധികൃതർ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്നുണ്ട്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അവർക്കുള്ള എല്ലാ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇതൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ വളരെ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് കണ്ണൂർ ജില്ലയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറയുന്നത് കേവലം നിയമം കൊണ്ടോ ബോധവൽക്കരണം കൊണ്ടോ മാത്രം നമുക്ക് ഇത്തരം ലഹരികളെ, മാഫിയകളെ ചെറുക്കാൻ പറ്റില്ല. ജനകീയമായി പ്രതിരോധിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ കൂട്ടായ്മകൾ വ്യാപകമായി വന്ന് ഇന്ന് പുതിയ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു വലിയ വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നത് മാത്രമാണ് ഇന്നത്തെ ദിവസം അഭ്യർത്ഥിക്കാനുള്ളത്. വിദ്യാർത്ഥികളുടെ റാലിയും ഫ്ലാഷ് മോബും നടന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള നേതാക്കളായ പ്രദീപൻ മേലോത്ത്, ബി ബാസിത്ത്, ഷുഹൈബ്, ഡോക്ടർ സലീം, ഡോക്ടർ താജുദ്ദീൻ, ബി ഫസൽ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ നേതാക്കന്മാരായ റിജിൽ മാക്കുറ്റി, സി സമീർ, എം ഫൈസൽ, അസ്ലം പിലാക്കിയിൽ, ബഷീർ കണ്ണാടിപ്പറമ്പ്, സി ഇംതിയാസ്, മൊയ്തു, അഷ്റഫ് ബംഗാളി മൊഹല്ല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യാതിഥികളായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഷിബു PL, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സുരേന്ദ്രനാഥൻ എന്നിവരും പങ്കെടുത്തിട്ടുണ്ട്. സിറ്റി വാട്സപ്പ് കൂട്ടായ്മയിലെ അബു അൽമാസ്, യൂനസ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിവിരുദ്ധ ജനകീയ കൂട്ടായ്മ ചെയർമാൻ P മുബഷീർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ K നിസാമുദ്ദീൻ, RP വിനോദ്, പ്രദീപൻ മേലോത്ത്, ഹാരിസ് മുഹമ്മദ്, ഡോക്ടർ സുൽഫിക്കൽ അലി തുടങ്ങിയവർ പങ്കെടുത്തു. എളിയാവൂർ CHM ഹയർ സെക്കൻഡറി ആന്റി നാർക്കോട്ടിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. കണ്ണൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സലീം കുമാർ ദാസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ചെയർമാൻ പറഞ്ഞു എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ തോന്നുന്നു? ഇവൻ ആദ്യം വെജിറ്റേറിയൻ പറഞ്ഞു, ഇല്ലേ? വെജിറ്റേറിയൻ കുറച്ച് നിന്നു. അവന്റെ നിലപാട് എന്തായിരുന്നു? വെജിറ്റേറിയൻ ഈസ് ഇനഫ്, ഇല്ലേ? മറ്റുള്ള ബോർഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ബോർഡിന്റെ ടൂണിനനുസരിച്ച് അവൻ അവന്റെ നിലപാട് മാറ്റി അവൻ ആ ബോർഡ് അനിമൽ പ്രൊട്ടക്ഷനിലേക്ക് വന്നു. അപ്പോൾ അവന് സ്വന്തമായ ഒരു നിലപാടില്ല. അത് തന്നെയാണ് അവൻ അവസാന കാര്യം. ഒരു നിലപാടില്ലാത്ത ഒരു ആള് വലിയ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, ജില്ലാ കളക്ടറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് തന്നെയാണ് അവൻ ഇന്റർവ്യൂവിൽ ഔട്ടാവാൻ ഉള്ള കാര്യം. അവൻ എന്താണ് പറയേണ്ടിയിരുന്നത്? അവൻ പറയേണ്ടിയിരുന്നു, സാർ ജവഹർ ശ്രീനാഥ് ഇന്ത്യൻ ക്രിക്കറ്റർ, വെജിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ടാണ്. വിരാട് കോഹ്ലി ഇടയ്ക്ക് വർഷത്തിന് ശേഷം വെജിറ്റേറിയനായിരുന്നു. അങ്ങനെ
സ്കൂൾ ഹെഡ് മാസ്റ്റർ PP സുബൈർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പുഷ്പൻ K, SRG കൺവീനർ ശ്രീജിത്ത് KV, കൃഷ്ണകുമാർ KM, PC മഹമ്മൂദ്, മുസ്തഫ M, അംജദ് MK, സഹീർ PK, PT എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അസ്ലം വലിയന്നൂർ, അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി, സന്ദേശ ജാഥ, ഫ്ലാഷ് മോബ്, ഡോക്യുമെന്ററി പ്രദർശനം, പോസ്റ്റർ പ്രദർശനം, സ്റ്റാറ്റസ് വീഡിയോ നിർമ്മാണ മത്സരം, സൗഹൃദ ഫുട്ബോൾ മത്സരം തുടങ്ങിയ പരിപാടികൾ നടന്നു. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ കത്ത് പുറത്ത്. പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്താണ് പുറത്തായത്. നവമാധ്യമത്തിലെ ആരോപണങ്ങളിൽ P. ജയരാജൻ, മനു തോമസ് തർക്കം മുറുകുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. പ്ലക്കാർഡുകളും ഫ്ലാഷ് മോബുകളും ബോധവൽക്കരണവുമായി സ്കൂളുകൾ. വായന ലഹരിയാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം. ചക്കരക്കൽ പോലീസിന്റെ ഇടപെടൽ. മുണ്ടേരിയിലെ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ വലയിൽ. നൂതന സാങ്കേതിക സഹായത്താൽ പ്രതികളെ പിടികൂടിയ SI MC പവനന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഒരു പൊൻതൂവൽ കൂടി. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണു തള്ളുന്ന കളക്ഷൻ, കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണു തള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്.
അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. ചക്കരക്കൽ പോലീസിന് ഒരു പൊൻതൂവൽ കൂടി. ചൊവ്വാഴ്ച മുണ്ടേരി കൈപ്പക്കയിൽ മെട്ടയിൽ വെച്ച് സ്കൂട്ടർ യാത്രികനായ ചിക്കിക്കുളം കുണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെ ബലേനോ കാറിൽ എത്തി സ്കൂട്ടർ ഇടിച്ചിട്ട് തട്ടിക്കൊണ്ടുപോയ മുഴുവൻ പ്രതികളെയും മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. ചക്കരക്കൽ പ്രിൻസിപ്പൽ SI MC പവനന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അതിവിദഗ്ധമായ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്ന നാടകീയ തട്ടിക്കൊണ്ടുപോകലിനാണ് ഇതോടെ പരിസമാപ്തിയായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പാണത്തൂർ സ്വദേശികളാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ പോലീസ് നൂതന സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രതികളെ പിന്തുടർന്ന് പിടികൂടി അറസ്റ്റ് ചെയ്ത് കാറും കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടയിൽ പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി പ്രതികൾ സുറൂറിനെ വഴിയിലിറക്കി കണ്ണൂർ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറ്റിവിട്ടിരുന്നു. പാണത്തൂർ സ്വദേശികളായ SK റിയാസ്, ജോബിഷ്, SK ഷമാസ്, SK അമർ, ഉനീസ് അൻസാരി തുടങ്ങിയ 5 പേരാണ് അറസ്റ്റിലായത്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെയും ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ വിനു തോമസിന്റെയും നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയിരുന്നത്. ചോദ്യം ചെയ്യലിനും വൈദ്യപരിശോധനയ്ക്കും ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ബഹുമതിക്ക് അർഹനായി കണ്ണൂർ സിറ്റി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടർ സന്തോഷ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ അവാർഡിനാണ് കണ്ണൂർ സിറ്റി പോലീസ് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ സബ് ഇൻസ്പെക്ടറായ സന്തോഷ് PK അർഹനായത്. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർബീഷ് സാഹിബ് മെമ്മന്റോയും പ്രശംസാപത്രവും കൈമാറി. മികച്ച പോലീസിംഗിനായി സമഗ്രവും സംയോജിതവുമായ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ കീഴിലുള്ള പദ്ധതിയാണ് ക്രൈം ആൻഡ് ക്രിമിനൽ ട്രാക്കിംഗ് നെറ്റ്വർക്കും സിസ്റ്റങ്ങളും CCTNS. ഇന്റർ ഓപ്പറേറ്റബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും രാജ്യത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകളെ സംയോജിപ്പിച്ച് രാജ്യവ്യാപകമായി ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനവും ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഈ പദ്ധതിയുടെ പ്രവർത്തനം മികവുറ്റ രീതിയിലേക്ക് ഉയർത്തുന്നതിനായി നടത്തിയ പ്രവർത്തനമാണ് ബഹുമതിക്ക് അർഹനാക്കിയത്. 2022-23 കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് PK സന്തോഷിനെ അംഗീകാരത്തിനായി വിലയിരുത്തിയത്. പ്രശംസാപത്രവും മൊമെന്റോയും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ വനിതാ ശിശു വികസന ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരം CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മുടെ പുതിയ വർഷം ആരംഭിച്ച് ദിവസങ്ങൾ കുറെ കഴിഞ്ഞു. അംഗൻവാടികളിൽ വർക്കർമാരെ നിശ്ചയിക്കുന്നുണ്ട്. നമ്മുടെ ജില്ലക്കകത്ത് തന്നെ 1000-ഓളം ഒഴിവുകളെ കുറിച്ച് പറഞ്ഞു. ഒരു പഞ്ചായത്തിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് 18 അംഗൻവാടികളിൽ ഒന്നുകിൽ വർക്കറുണ്ട്, ഹെൽപ്പറുണ്ട്, അല്ലെങ്കിൽ ഹെൽപ്പറുണ്ട്, വർക്കറുണ്ട്. ഇങ്ങനെയായാൽ എങ്ങനെയാ ശരിയാവുക? അംഗൻവാടിയിൽ വർക്കർ മണി വർക്കർ എടുക്കണ്ടേ, ഹെൽപ്പർ മണി ഹെൽപ്പർ എടുക്കണ്ടേ? വർക്കറില്ല, ഹെൽപ്പറില്ല എന്ന് പറഞ്ഞാൽ അംഗൻവാടികളുടെ പ്രവർത്തനം എവിടുന്ന സുഗമമാവുക? ബോർഡ് രൂപീകരിച്ചപ്പോൾ ഇന്റർവ്യൂ നടത്തി, പക്ഷേ നിയമനം നടക്കുന്നില്ല. നിയമനം നടത്താതിരിക്കാൻ തലപ്പത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇടപെടുകയാണ്. എത്ര ഉദ്യോഗസ്ഥന്മാരിങ്ങനെ ഇടപെടുന്നത്? ബോർഡ് ഇന്റർവ്യൂ നടത്തിയല്ലോ, ലീസ്റ്റ് തന്നല്ലോ. ആ ലീസ്റ്റിനകത്ത് ബന്ധപ്പെട്ടവരെ, അർഹതപ്പെട്ടവരെ നിയമിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായിട്ടും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം. അങ്കണവാടി വർക്കർ ഹെൽപ്പർ നിയമനം സുതാര്യമാക്കുക, ഇന്റർവ്യൂ ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുക, പോഷൻ ട്രാക്കർ ഇൻസെന്റീവ് ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ശ്രീജകുമാരി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി K അശോകൻ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഓമന KV, അനിത M, പ്രസന്ന P, ശ്രീജ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കലക്ട്രേറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ന്യൂയോർക്ക് സമ്മേളനത്തിൽ പ്രഭാഷണത്തിനായി കണ്ണൂർ സ്വദേശിയായ പ്രവാസി മുഹമ്മദ് സിയാന് ക്ഷണം. ഈ മാസം 28 വരെ നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിൽ ബദൽ ഊർജ്ജ സംരക്ഷണമാണ് പ്രധാനമായും വിലയിരുത്തുക. പാരമ്പര്യേതര ഊർജ്ജ മേഖലയിൽ ഡ്രോൺ സേവനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താനാണ് മുഹമ്മദ് സിയാനെ ക്ഷണിച്ചിരിക്കുന്നത്.
കണ്ണൂർ താണ സ്വദേശി മുഹമ്മദ് സിയാനാണ് ഈ അസുലഭ നേട്ടം കൈവന്നിരിക്കുന്നത്. ന്യൂയോർക്ക് എനർജി വീക്ക് ഗ്ലോബൽ സമ്മേളനത്തിൽ പ്രഭാഷണത്തിനായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി വിദഗ്ധർ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യയിൽ നിന്നും സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മുഹമ്മദ് സിയാൻ. UAE-യിലാണ് സിയാൻ പഠിച്ചതും വളർന്നതുമെല്ലാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠനം പൂർത്തീകരിച്ച് ജർമ്മനിയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജത്തിലും ഡാറ്റാ സയൻസിലും ബിരുദാനന്തര ബിരുദവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ജർമ്മനിയിലെ ഓഫൻബർഗിൽ സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട് ദ്രോണക്സ് 360 എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പ് സ്ഥാപനം നടത്തിവരികയാണ് ഈ യുവാവ്. ജർമ്മൻ സർക്കാർ തന്നെയാണ് സാങ്കേതിക വികസനം ലക്ഷ്യമിട്ട് സ്ഥാപനത്തിന് ഫണ്ട് നൽകുന്നതും. ലോകോത്തര സമ്മേളനത്തിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് മുഹമ്മദ് സിയാനും പറഞ്ഞു. ഞാൻ മുഹമ്മദ് സിയാൻ, ഫൗണ്ടർ ഓഫ് ഡ്രോണക്സ് 360 കണ്ണൂരിൽ. നമ്മളൊരു ജർമ്മൻ ഗവൺമെന്റ് ഫണ്ടഡ് ഡ്രോൺ സ്റ്റാർട്ടപ്പ് ആണ്. നമ്മൾ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ ഓട്ടോമേറ്റഡ് വിൻഡ്മിൽ ഇൻസ്പെക്ഷൻ ജർമ്മൻ ഗവൺമെന്റിന്റെ ഹെൽപ്പ് ത്രൂ നമുക്ക് US മാർക്കറ്റ് റീച്ച് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എന്നെ ന്യൂയോർക്ക് എനർജി വീക്ക് എന്ന് പറഞ്ഞ കോൺഫറൻസിൽ സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തു. എൻ്റെ ടോപ്പിക് ഫ്യൂച്ചർ ഓഫ് റിന്യൂവബിൾ എനർജി മെയിൻ്റനൻസ്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ സ്പീക്കർ ആയതിൽ സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ ഡ്രോൺ എക്സ്പാൻഷൻ US-ലേക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാൻസ് കൂടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. പാരമ്പര്യേതര ഊർജ്ജ രംഗത്ത് ഡ്രോൺ ഉൾപ്പെടെയുള്ളവയുടെ സേവന സാധ്യതകളാണ് ഡ്രോണെക്സ് ലക്ഷ്യമിടുന്നത്. അബുദാബിയിൽ പ്രവാസിയായ മുഹമ്മദ് താരിഖിന്റെയും ഫാത്തിമ റോഷ്നിയുടെയും മകനാണ് മുഹമ്മദ് സിയാൻ. സിറ്റി ന്യൂസ്, കണ്ണൂർ. സൈനിക ക്ഷേമ വകുപ്പിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതായി ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സ്ഥാപക പ്രസിഡന്റും മുൻ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസറുമായ രാമചന്ദ്രൻ ബാവിലേരി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത്. സൈനിക ക്ഷേമ വകുപ്പിലെ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനം PSC മുഖേന നടത്തിവരുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കുന്നത് പിൻവാതിൽ നിയമനം നടത്താനാണെന്നാണ് രാമചന്ദ്രൻ ബാവിലേരിയുടെ ആരോപണം. നമ്മുടെ സൈനികക്ഷേമ വകുപ്പിൽ ഇതുവരെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള ഒരു നിയമനം ഗവൺമെൻറ് 2020 ഇറക്കിയ ഓർഡറാണ്. അത് സബ്ജക്റ്റ് കമ്മിറ്റി, അതുപോലെ പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാവ് MLA-മാരും എല്ലാം ഉള്ള സബ്ജക്റ്റ് കമ്മിറ്റി പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഇതിപ്പോഴും സൈനികക്ഷേമ വകുപ്പ്, നാളെ ഇപ്പോൾ എല്ലാ വകുപ്പുകളിലും ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടാകാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇവിടെ സൈനികക്ഷേമ വകുപ്പിൽ ഡയറക്ടർ തസ്തികയും അതുപോലെ 14 ജില്ലാ ഓഫീസർമാർ, അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ തസ്തികയാണുള്ളത്. ഇതുവരെയും PSC നിയമനം കിട്ടുന്നവർക്ക് പ്രൊമോഷനായിട്ടും അതുപോലെ തന്നെ ഓഫീസർ കേഡറിലുള്ളവർക്ക് ഡയറക്റ്റ് PSC മുഖേനയും 1.1 എന്നുള്ള 1:1 എന്നുള്ള അനുപാതത്തിലായിരുന്നു നിയമനങ്ങൾ. എന്നാൽ ഇപ്പം ഈ സ്പെഷ്യൽ ഓർഡർ പ്രകാരം വരാൻ പോകുന്നത് സേനയിൽ നിന്ന് 57 വയസ്സ് 60 വയസ്സ് കഴിഞ്ഞ് പെൻഷനാകുന്ന ഓഫീസർമാർക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ പുനർനിയമനത്തിന് ആവശ്യമില്ല. കാരണം അവർ പൂർണ്ണ സർവീസ് ചെയ്തു വരുന്നവരാണ്. അവർക്ക് നേരിട്ട് നിയമനം 5 കൊല്ലത്തേക്ക് കോൺട്രാക്ട് നിയമനം ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസർ തസ്തികയിലേക്ക് കൊടുക്കാൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കിയിരിക്കുകയാണ്. അത് ഏറ്റവും വിചിത്രമായത്, വിരോധാഭാസം എന്ന് പറയാൻ പറ്റില്ല, ലോകത്ത് എവിടെയില്ലാത്ത 7ാമത്തെ അത്ഭുതം 8ാമത്തെ അത്ഭുതമാണ്. അങ്ങനെയുള്ള അപേക്ഷകരില്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കോ അവരുടെ ആശ്രിതർക്കോ മക്കൾക്കോ ഒരു പരീക്ഷയും കടന്നു വരാതെ, ഒരു യോഗ്യതയും മാനദണ്ഡമാക്കാതെ, അവരുടെ മക്കളാണ് അല്ല അവരുടെ ഭാര്യയാണ് എന്നുള്ള ഒറ്റ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ക്ലാസ് 1 ഗസറ്റഡ് പോസ്റ്റിലേക്ക് കേരള ഗവൺമെൻറ് നേരിട്ടുള്ള നിയമനം. സൈനിക ക്ഷേമ വകുപ്പിലെ ഒരു ഡയറക്ടർ, 14 അസിസ്റ്റന്റ് ഡയറക്ടർമാർ, ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ തസ്തികകളിലേക്കുള്ള നിയമനം PSC മുഖേന നടത്തി വന്നിരുന്നത് സംസ്ഥാന സർക്കാർ നിർത്തലാക്കുന്നത് പിൻവാതിൽ നിയമനം നടത്താനാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ PSC പരീക്ഷയുടെ നിയമനം ലഭിക്കുന്ന ഓഫീസർ അല്ലാത്ത വിമുക്ത ഭട ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ വഴിയും ഓഫീസർ റാങ്കിൽ നിന്നും വിരമിച്ചവർക്ക് 1:1 എന്ന അനുപാതത്തിലായിരുന്നു നിയമനം. എന്നാൽ പുതിയ ഉത്തരവ് ഭരണ പ്രതിപക്ഷ നേതാക്കൾ അംഗങ്ങളായുള്ള നിയമസഭാ കമ്മിറ്റി അംഗീകരിച്ചതോടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് ബ്രിഗേഡിയർ തത്തുല്യ റാങ്കുകളിൽ നിന്നും വിരമിച്ചവരും അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്ക് കേണൽ അഥവാ ലഫ്റ്റനന്റ് കേണൽ റാങ്കുകളിൽ നിന്നും വിരമിച്ചവരെയുമാണ് 5 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ പോകുന്നത്. ഈ റാങ്കിലുള്ളവരെ ലഭിച്ചില്ലെങ്കിൽ അവരുടെ ആശ്രിതരെയോ വിധവകളെയോ നിയമിക്കാൻ കഴിയും. ഇത് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കുമെതിരെയും ഓഫീസർമാരല്ലാത്ത മുൻ സൈനികർക്ക് ലഭിക്കുന്ന തൊഴിലവസരങ്ങളും പ്രമോഷൻ അവസരങ്ങളും നിഷേധിക്കുന്നതുമാണ്. ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ പൗരാവകാശ വെല്ലുവിളിയാണെന്നും രാമചന്ദ്രൻ ആരോപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് രാധാകൃഷ്ണൻ മാണിക്കോത്തും പങ്കെടുത്തു.
പയ്യന്നൂരിൽ മഴക്കെടുതി രൂക്ഷം. കാനായി വള്ളിക്കെട്ട് പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പ്രദേശത്തെ 4 വീടുകൾ ഭാഗികമായി തകർന്നു. റബ്ബർ, കവുങ്ങ്, വാഴ തുടങ്ങിയ കൃഷികൾക്കും വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വീടുകൾക്ക് മുകളിൽ മരങ്ങൾ കടപുഴകി വീണാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇലക്ട്രിക് ലൈനുകളും പോസ്റ്റുകളും തകർന്നിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ച വീടുകളിലും പ്രദേശത്തും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, കൌൺസിലർ സുലോചന ടീച്ചർ, VV ഗിരീഷ്, ഗംഗാധരൻ എന്നിവർ ചെയർപേഴ്സണോടൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണും മറ്റും നിരവധി വീടുകൾക്കും കൃഷികൾക്കും വൻ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. രാജേഷിന്റെ വീട്ടിലേക്ക് മരം കടപുഴകി വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അമ്മിണിയുടെ റബ്ബർ, മറ്റു മരങ്ങളും കടപുഴകിയിട്ടുണ്ട്. T ഓമനിയുടെ റബ്ബർ, കവുങ്ങ്, വാഴ എന്നിവയും നശിച്ചു. സരള, പാർവതി എന്നിവരുടെ റബ്ബർ മരങ്ങളും കടപുഴകിയിട്ടുണ്ട്. കമലാക്ഷന്റെ കവുങ്ങുകൾ നശിച്ചിട്ടുണ്ട്. അജയന്റെ വീട്ടിലേക്ക് തെങ്ങ് കടപുഴകി വീണ് കേടുപാടുകൾ സംഭവിച്ചു. യദുവിന്റെ ഉടമസ്ഥതയിലുള്ള വനിതാ ഹോട്ടലിന്റെ അടുക്കളയുടെ മേൽക്കൂര തകർന്ന നിലയിലുമാണ് ഉള്ളത്. രാമചന്ദ്രന്റെ കവുങ്ങുകളും വാഴകളും പ്ലാവുകളും കടപുഴകി വീണിട്ടുണ്ട്. K വിജീഷിന്റെ വീട്ടിലേക്ക് മരം കടപുഴകി വീണ് കുടിവെള്ള ടാങ്ക് തകർന്നു. മറ്റു മരങ്ങളും കടപുഴകി വീണിട്ടുണ്ട്. ഇനി സ്വർണ്ണ കാലാവസ്ഥ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കും. വയനാടും കണ്ണൂരും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടിനും സാധ്യതയുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് കനത്ത നാശനഷ്ടം തുടരുകയാണ്. ഒപ്പം മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. 26, 27 തീയതികളിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും 26, 29 വരെ കർണാടക തീരത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 26, 27 തീയതികളിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ കത്ത് പുറത്ത്. പാർട്ടി സെക്രട്ടറിക്ക് എഴുതിയ കത്താണ് പുറത്തായെന്ന് നവമാധ്യമത്തിലെ ആരോപണങ്ങളിൽ P ജയരാജൻ, മനു തോമസ് തർക്കം മുറുകുന്നു. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. പ്ലക്കാർഡുകളും ഫ്ലാഷ് മോബുകളും ബോധവൽക്കരണവുമായി സ്കൂളുകൾ. വായന ലഹരിയാക്കണമെന്നും ലഹരിക്കെതിരെ പോരാടാൻ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം. ചക്കരക്കൽ പോലീസിന്റെ ഇടപെടൽ. മുണ്ടേരിയിലെ പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ വലയിൽ. നൂതന സാങ്കേതിക സഹായത്താൽ പ്രതികളെ പിടികൂടിയ SI MC പവനന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് ഒരു പൊൻതൂവൽ കൂടി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.